സ്വാഗതം. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ ടാരോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നലെ അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിച്ചു, അവർ എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസിന് ഒരുപാട് വ്യൂസ് ഉണ്ടാവും. അതായത് ഒരുപാട് ആളുകൾ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടും മറ്റേ വ്യക്തി അല്ലെങ്കിൽ വിട്ടുപോയ വ്യക്തി എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സ്റ്റുഡൻറ് തന്നെ എന്നോട് പറഞ്ഞു, സാറേ, ഏറ്റവും ഡിമാൻഡുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് ആ വ്യക്തി നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വീഡിയോ ഇടലാണ്. അപ്പോൾ ഇത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അതൊരു പാറ്റേൺ ആണ്. എന്തുകൊണ്ടാണ് താങ്കൾ ആ വ്യക്തിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ താങ്കൾക്ക് എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, സൈക്കോളജിക്കൽ വശം. രണ്ട്, അതിൽ നിന്ന് ചെറിയ രീതിയിൽ എങ്ങനെ നമുക്ക് റിലീഫ് നേടി സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോകാമെന്നും. ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ്. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ആത്മീയപാതയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുറിവേറ്റ ഒരുപാട് ആളുകളെ സഹായിക്കാൻ ടാരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾക്കും അങ്ങനെ ഒരു ടാരോ മാലാഖയാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. 450-ലധികം വിദ്യാർത്ഥികളുള്ള കൂട്ടായ്മയിൽ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കുക. പിന്നീട് തീരുമാനിക്കുക താങ്കൾക്കിത് ചെയ്യണോ, ഇതുമായിട്ട് മുന്നോട്ട് പോകണോ, ആളുകളെ സഹായിക്കണോ. അതല്ല സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ താങ്ക് യു വെരി മച്ച് ഡിയർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ പ്രോബ്ലം ടുഡേ. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളിത് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണ്ട, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് എന്താണെന്നുള്ളത്. ഇതിന് പ്രധാനമായിട്ടും 5-6 കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇതിനൊരു ശാസ്ത്രീയ നാമം തന്നെയുണ്ട്. നമ്മളതിനെ സെയ്ഗാർനിക് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. സെയ്ഗാർനിക്, ZEIGAR, NAICK ആണോ NAIK ആണോ എന്നറിയില്ല. സെയ്ഗാർനിക് ഇഫക്റ്റ് എന്ന് പറയും. 1920 സോവിയറ്റ് യൂണിയനിലൊരു തിയറിസ്റ്റ് കൊണ്ടുവന്നുള്ളൊരു തിയറിയാണ്. ഇതെന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു സിനിമ കാണാൻ പോയി. സിനിമ കണ്ട് ഇങ്ങോണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് വരുന്നു. സിനിമ തീരാനൊരു 20 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്നു. അതായത് സിനിമ നമുക്ക് മുഴുവൻ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സ് എന്തെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആ സിനിമ എങ്ങനെ അവസാനിച്ചു എന്നറിയാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇന്ന് കാലത്ത് നമുക്ക് ഫോണിൽ വിളിക്കാം, അല്ലെങ്കിൽ റിവ്യൂസ് നോക്കാം. പക്ഷെ അതൊന്നുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ചിലപ്പോൾ കറണ്ട് പോകും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കറണ്ട് പോകുമ്പോൾ നമ്മൾ പി എന്നൊക്കെ ബഹളം ഉണ്ടാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അവർക്ക് ജനറേറ്റർ ഓൺ ചെയ്ത് റീൽ ഇടുമ്പോഴേക്കും നമ്മുടെ കണ്ടിന്യൂറ്റി പോവാണ്. അതായത് സൈഗാർനിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഒരു കാര്യം പൂർണ്ണമാവാതെ അവസാനിച്ചാൽ, ഞാൻ എടുത്തു പറയുന്നു, ഓപ്പൺ ലൂപ്പ് എന്ന് പറയും, പൂർണ്ണമാവാതെ അവസാനിച്ചാൽ മൈൻഡ് അത് ഇമാജിൻ ചെയ്ത് ഫിനിഷ് ആക്കാൻ നോക്കും. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ അത് ബ്രേക്കപ്പ് ആവാണ്, അത് ഡിവോഴ്സ് ആവട്ടെ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോൾ അതിന് നമ്മുടെ മനസ്സിനെ വിശ്വസിക്കുന്ന കാരണങ്ങളില്ലെങ്കിൽ അതൊരു തുറന്ന ലൂപ്പായിട്ട് നിൽക്കും. അതായത് ആ ലൂപ്പ് അടയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അധ്യാപനം നിങ്ങൾ പറഞ്ഞു, ഞാൻ പേപ്പർ നോക്കുമ്പോൾ ആദ്യം ഒരു പേപ്പർ എടുത്താൽ തെറ്റാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്. ആ കുട്ടി എത്ര കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഇതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ തന്നെ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് ഡിഫക്ട്സ് ആണ് കാണുക. അതേപോലെ ഈ ഓപ്പൺ ലൂപ്പാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞു, പക്ഷെ നമ്മുടെ മനസ്സിന് വിശ്വസിക്കുന്ന, ബോധിപ്പിക്കുന്ന ഒരു കാരണമില്ല. എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ വിട്ടിട്ട് പോയി, എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇതാക്കിയത്, എന്ത് കുറവാണ് എനിക്കുണ്ടായത്, എന്താണ് ഞാൻ ആ വ്യക്തിക്ക് ചെയ്യാത്തത്. ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിന് ഉത്തരവില്ലാതെ ആവുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ മനസ്സിനൊരു കംപ്ലീഷൻ വേണം. അപ്പോഴാണ് നമ്മൾ പോയിട്ട് എന്തായിരിക്കും ഈ വ്യക്തി എന്നെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ പ്ലേ ചെയ്യുന്നത് എന്ന് അറിയാൻ ടാരോയിലൂടെ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ടാരോയ്ക്ക് അത്രയ്ക്ക് പവറൊന്നുമില്ല. മറ്റൊരാളുടെ മനസ്സിൽ എന്താണുള്ളത് ഞാൻ നിങ്ങളോട് തുറന്ന് തന്നെ പറയാം, നമ്മുടെ ഒരു ഫാൻറ്റസിയാണെന്നുള്ളത്. അത് ഞാൻ നിങ്ങളോട് പറയുന്നതുള്ളൂ. രണ്ട് എന്ന് പറയുന്നത്, ചില റിലേഷൻഷിപ്പുകൾ, ചിലതല്ല മിക്ക റിലേഷൻഷിപ്പിലും ഹൈസ് ആൻഡ് ലോസ് നമ്മൾ പറയും. അതായത് ചില സമയത്ത് ഭയങ്കര തീവ്രമായിട്ടുള്ള സ്നേഹങ്ങളും അതേപോലെ തീവ്രമായിട്ടുള്ള വഴക്കുകളും ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഭയങ്കര തീവ്രതയിലുള്ള ആളുകളാണെങ്കിൽ ഇവർ ബ്രേക്കപ്പ് ആവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേഷൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ഈ നെഗറ്റീവായിട്ടുള്ളതിനെല്ലാം ഇത് സാക്കും, പോസിറ്റീവായിട്ടുള്ള ഇത് മാത്രം നിൽക്കും. അതായത് നമ്മൾ ഒരുമിച്ചിരുന്ന നല്ല നിമിഷങ്ങൾ അത് മൈൻഡ് പ്ലേ ചെയ്യും, അത് വീണ്ടും വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഗോ ആൻഡ് ചെക്ക് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത്, ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് നിൽക്കുന്ന വലിയൊരു അടിയാണ്, തിരിച്ചടിയാണ്. നമ്മളെന്ന വ്യക്തിക്ക്, നമ്മളതിന് ഈഗോ ഹേർട്ട് എന്നാണ് പറയുക, റിജക്ഷൻ എന്ന് പറയും. ജിയാജും അദ്ദേഹം റിജക്ഷൻ പ്രൂഫ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാൾ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നു,
അടിക്കുമ്പോൾ വേദന ഇങ്ങനെ പൊളയും. വേദന പൊളയുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പെയിൻ കില്ലിങ് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ വേദന നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഒരാൾ നമ്മളെ റിജക്ഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇവർ ബ്രെയിൻ സ്കാൻസ് നടത്തിയപ്പോൾ ബ്രെയിൻ സ്കാൻസിൽ ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ പെയിൻ കൊടുത്തപ്പോൾ ബ്രെയിനിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ ഇമോഷണൽ പെയിൻ കൊടുത്തപ്പോൾ ബ്രെയിനിന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒന്ന് തന്നെയായിരുന്നു പറയുന്നത്. അതായത് ഒരു വ്യക്തി നമ്മളെ ബ്രേക്കപ്പ് ആയി പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് വയ്ക്കുന്നു, റിജക്ഷൻ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന സത്വത്തിന് ഏറ്റവും അടിയായിട്ടാണ്. അങ്ങനെ അടി കിട്ടുമ്പോൾ നമുക്കറിയാലോ, ഈഗോ അടങ്ങിയിരിക്കില്ല. ഈഗോയ്ക്ക് അറിയണം എന്താണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്, ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, ഈ വ്യക്തി എന്നെക്കുറിച്ച് ഓർത്ത് കരയുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, എങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ഞാനെന്ന വ്യക്തിക്ക് ഏറ്റവും അടിയാണെന്നുള്ളതാണ് അത് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വ്യക്തിയുമായിട്ട് ചേർന്ന് വരുമ്പോൾ നമ്മളൊരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യും. ഞാൻ ആ വ്യക്തിയുടെ കാമുകൻ, കാമുകി, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ചില ഐഡൻറ്റിറ്റി നമ്മൾ ഫോം ചെയ്യും. ഈ ഐഡൻറ്റിറ്റി ഫോം ചെയ്തിട്ട് പെട്ടെന്ന് ഈ വ്യക്തി ഇല്ലാതെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഇതിൽ ഇത് മാറിപ്പോവാണ്. അത് പെട്ടെന്ന് ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ക്രേവ് ചെയ്യാണ്. അതായത് ഈ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാരോട്, ഡയബറ്റീസ് വന്നിട്ട് ഷുഗർ കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ആക്രാന്തമായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ ഒരു ഐഡൻറ്റിറ്റി പോകുമ്പോൾ ആ ഐഡൻറ്റിറ്റിയുടെ വരുന്നൊരു പ്രശ്നമാണ് നമുക്കിത് അറിയാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ പോകുന്നത്. അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് നമ്മൾ ഫാൻറ്റസി ബോണ്ട് എന്നാണ് പറയുക. ഫാൻറ്റസി ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ എന്താ പറയുക, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ നോക്കി, പറ്റിയില്ല, കുട്ടികളൊക്കെ ചിരിച്ചു, നിങ്ങൾ കളിയാക്കപ്പെട്ടു. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു, നമുക്ക് ഭയങ്കര ദുഃഖം തോന്നി. പിന്നെ നമ്മൾ മനസ്സിൽ പ്ലേ ചെയ്യും. അതായത് നമ്മളവിടെ പോകുന്നു, നിന്ന് പറയണമെന്ന് ആഗ്രഹിച്ചത് പറയുന്നു, അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവർ അഭിനന്ദിക്കുന്നു. ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളിത് പ്ലേ ചെയ്യും. അതായത് നമ്മുടെ പരാജയങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിൽ ഫാൻറ്റസിയിലൂടെ റീക്രിയേറ്റ് ചെയ്യും. ഇതേ പ്രശ്നമാണ് പല ബ്രേക്കപ്പും അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷവും ഉണ്ടാകുന്നതെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് നമ്മൾ ഫാൻറ്റസിയിൽ അങ്ങനെ ആയിട്ടുണ്ടാവാം, അങ്ങനെയുണ്ട് എന്ന രീതിക്ക് നമ്മൾ ക്രേവ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന 5 കാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പല വ്യക്തികളും, അതായത് ഒരു ബ്രേക്കപ്പിനോ ഡിവോഴ്സിനോ ശേഷം എന്തായിരിക്കും ആ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തായിരിക്കും ആ വ്യക്തി എന്നെക്കുറിച്ച് ഇപ്പോൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു നെഗറ്റീവായിട്ടുള്ളതാണ്. ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞോട്ടെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനുള്ള സാധ്യത നമുക്ക് ഉറപ്പില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളൊരു വ്യക്തിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ആ ഫാൻറ്റസി വേൾഡിൽ പോകുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ഫങ്ഷനിൽ നമ്മുടെ ഇത് പോകും. അതായത് ആ വ്യക്തി മുന്നോട്ട് പോവുകയും നമ്മൾ കെട്ടിയിട്ട വഞ്ചി പോലെ നിൽക്കുകയും ചെയ്യും. അത് ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് പറയാനുള്ള, അങ്ങനത്തെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ടാരോയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. എന്നിട്ട് ആ ലൂപ്പുകൾ അടയ്ക്കുക എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, വാട്ട് ഈസ് റോങ് വിത്ത് മീ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാനിത് വളരെ സ്നേഹത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും അറിയണം. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റിനെ അല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ, ആ വ്യക്തിനാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്? 2 എന്ന് പറയുന്ന ലൂപ്പ് അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് നമുക്ക് കിട്ടില്ലടിയാ. അത് ഞാൻ എടുത്തു പറഞ്ഞോളട്ടെ. ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണതയാവില്ലേ. പല കാര്യങ്ങളും അപൂർണമായിട്ടാണ് അവസാനിക്കുക. നമ്മളത് കേർട്ടൺ നമ്മളാണ് ഇടേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞു, ഇനി നമുക്ക് മൂവ് ഓൺ ചെയ്യണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേടാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. എപ്പോഴും നമ്മൾ യൂണിവേഴ്സിൽ പറയാറുണ്ട്, ഇതെല്ലാം ഒരു പരീക്ഷണമായിട്ട് കാണണം. ഓക്കെ, എപ്പോഴും നമുക്ക് ചിലപ്പോൾ നല്ലൊരു ആളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾക്കൊരു പരീക്ഷണമായിട്ട് ആ ഒരു ആംഗിളിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് വ്യക്തി ജീവിതത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉണ്ടായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം പിന്നീടാണ് എനിക്ക് ഐ ഫൗണ്ട് ദ റിയൽ പേഴ്സൺ ആൻഡ് മാരീഡ് ഹെർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഒരുപക്ഷെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുമ്പോൾ അതിന് മുമ്പ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അത് ഫിലോസഫിയാണ്, നിങ്ങൾ സ്വീകരിച്ചാൽ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വേദനയെ തന്നെ കുത്തി കുത്തി ഇതാക്കണം. നമ്മളതിനെ എന്താ പറയുക, അതായത് സ്റ്റിമുലസ് എന്ന് പറയും സൈക്കോളജിയിൽ. സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വർഷം കണ്ടതുകൊണ്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക.
പകരം സ്വയം കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ്, എവിടെയാണ് എനിക്ക് ക്ലോഷർ വേണ്ടത്, എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് ഓർത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തേ നിങ്ങൾ ദുഃഖിക്കുള്ളൂ, ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരായിട്ടുള്ള മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് അബൌട്ട് എ പേഴ്സൺ, സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. യുവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഹിയർ. Thank you very much for watching. I will see you in the next video. Until we meet, this is your trainer Pradeep Hariharan signing off.